നമസ്കാരം. ബിഡീസ് ടവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. 2034 ഫിഫ ലോകകപ്പിന് സൗദി അറേബ്യ വേദിയാകുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം. മത്സരങ്ങൾ 5 നഗരങ്ങളിലെ 15 സ്റ്റേഡിയങ്ങളിൽ. ഫിഫ പ്രഖ്യാപന വേദിയിൽ സൗദി മന്ത്രിമാരും. 2030 ലോകകപ്പ് പോർച്ചുഗൽ, സ്പെയിൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിൽ. മുംബൈയെ പ്രധാന യാത്രാ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയുമായി പൈതൃക ടൂറിസം മന്ത്രാലയം. സിംഗപ്പൂരിൽ പ്രതിനിധി ഓഫീസ് സ്ഥാപിക്കും. ടൂറിസം മേഖലയിൽ കൂടുതൽ നിക്ഷേപം ലക്ഷ്യമിട്ട് സൗദി ഇളവുകൾ ലഭ്യമാക്കുമെന്ന് ടൂറിസം മന്ത്രി. സൗദി റിയാദ് മെട്രോയിലെ റെഡ്, ഗ്രീൻ ലൈനുകൾ ഞായറാഴ്ച മുതൽ തുറക്കും. ഓറഞ്ച് ലൈൻ തുറക്കുക അടുത്ത മാസം 5-ന്. ദുബൈയിലെ റോഡ് ശൃംഖല വിപുലപ്പെടുത്താനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ച് RTA. കുവൈത്തിലെ ഷെയ്ഖ് ജാബിർ അഹമ്മദ് കടൽപ്പാലത്തിൽ നാളെ മുതൽ നിയന്ത്രണം. ഇന്ത്യൻ രൂപയ്ക്ക് കരുത്തു പകരാൻ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലുകൾ ഫലം കാണുന്നില്ല. കുതിപ്പ് തുടർന്ന് ഗൾഫ് കറൻസികൾ. ഒരു ഒമാൻ റിയാലിന് 220 രൂപ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ലോകത്തെ ഫുട്ബോളിന്റെ മാന്ത്രിക കളത്തിലേക്ക് സ്വാഗതം ചെയ്ത് സൗദി അറേബ്യ 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കും. ഫിഫയുടേതാണ് പ്രഖ്യാപനം. സൗദിയിലെ 5 നഗരങ്ങളിലായി 15 സ്റ്റേഡിയങ്ങളിൽ 104 മത്സരങ്ങൾ നടക്കും. റിയാദിലെ വേൾഡ് കപ്പ് ഒരുക്കങ്ങളുടെ പ്രദർശനവേദിയിൽ പ്രഖ്യാപനം ആരവങ്ങളോടെ ഏറ്റുവാങ്ങാൻ മന്ത്രിമാരും എത്തിയിരുന്നു. مستضيف فيفا كأس العالم لفيفا 2034 ستكون المملكة العربية السعودية. مبروك. ألف مبروك. ألف مبروك. ألف مبروك لأصدقائنا بالسعودية. ഫിഫ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഘോഷത്തിലാണ് ലോകകപ്പ് നടക്കാനിരിക്കുന്ന സൗദിയിലെ നഗരങ്ങൾ. സൂറിച്ചിൽ നടന്ന ഫിഫയുടെ പ്രത്യേക കോൺഗ്രസാണ് 2034 ഫിഫ ലോകകപ്പ് വേദിയായി സൗദി അറേബ്യയെ പ്രഖ്യാപിച്ചത്. മറ്റാരും മത്സരരംഗത്തില്ലാതിരിക്കാൻ സൗദി അറേബ്യ നേരത്തെ തന്നെ കരുനീക്കങ്ങൾ നടത്തിയിരുന്നു. 500-ൽ 419.8 എന്ന സർവകാല ചരിത്ര റെക്കോർഡുമായാണ് സൗദി ഫിഫ ഫുട്ബോളിന് നേതൃത്വം നൽകാൻ പോകുന്നത്. 48 ടീമുകൾ ആദ്യമായി പങ്കെടുക്കുന്ന ലോകകപ്പ് എന്ന പ്രത്യേകത 2034 വേൾഡ് കപ്പിനുണ്ടാകും. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെത്തിയ ജർമ്മനിയുടെ ലോകകപ്പ് ചരിത്രവും സൗദി മറികടക്കും. 6.5 ലക്ഷത്തോളം പേരാണ് ജർമ്മനിയിലെ സ്റ്റേഡിയത്തിൽ അന്ന് മത്സരങ്ങൾ കണ്ടത്. സൗദിയിലത് 7,62,000 ആയിരിക്കും. ലോകകപ്പിന്റെ 104 മത്സരങ്ങളും സൗദിയിൽ തന്നെ നടക്കും. 15 സ്റ്റേഡിയങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ. അതിൽ 8 എണ്ണം പുതുതായി നിർമ്മിക്കാൻ പോകുന്നതാണ്. ഈ നഗരങ്ങളെല്ലാം ആഘോഷത്തിലാണ്. റിയാദ്, ജിദ്ദ, ഹോബാർ, നിയോം, അബഹ എന്നിവിടങ്ങളിലാണ് ഫിഫ ലോകകപ്പ് സ്റ്റേഡിയങ്ങൾ ഒരുങ്ങുക. സ്റ്റേഡിയങ്ങളിൽ ഏറ്റവും വലുത് റിയാദിലായിരിക്കും. 92,000 പേർക്ക് ഇരിക്കാവുന്നതാകും ഇവിടെ ഒരുങ്ങുന്ന സ്റ്റേഡിയം. ഇന്ന് റിയാദിൽ നടന്ന പ്രത്യേക സെഷനിൽ സൗദി ഒരുക്കാൻ പോകുന്ന സ്റ്റേഡിയങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു. ഇവിടെ മന്ത്രിമാരുൾപ്പെടെ ആഹ്ലാദത്തോടെ പ്രഖ്യാപനം ഏറ്റുവാങ്ങി. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ദിവ്യ ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദിവ്യ, ഔദ്യോഗിക പ്രഖ്യാപനം വന്നോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ നഗരങ്ങളിൽ, എത്ര സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക? അമൃത, ഫിഫയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 2034 നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് സൗദി അറേബ്യ ആതിഥ്യം വഹിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2030
നടക്കുന്ന വേൾഡ് കപ്പ് മൊറോക്കോ, സ്പെയിൻ, അതുപോലെ തന്നെ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളായിരിക്കും ആതിഥ്യം വഹിക്കുക. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് നടന്നത്. എന്ത് തന്നെയായാലും അത് സൗദിയിൽ, പ്രത്യേകിച്ച് സൗദിയിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് ആഘോഷത്തോടെയാണ് അല്ലെങ്കിൽ വളരെ ആവേശത്തോടെയാണ് സൗദി ഈ ഒരു വാർത്തയെ സ്വീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും അതൊരു നല്ല വാർത്തയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ പലപ്പോഴും ഇതിനു മുൻപുള്ള പല ഫുട്ബോളുകളും നമ്മൾ കണ്ടിട്ടുള്ളത് രാത്രി 12:30 അല്ലെങ്കിൽ 1 മണിക്കുമൊക്കെ TV-യുടെ മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടായിരുന്നു. പല മത്സരങ്ങളും നമുക്ക് TV-യിൽ മാത്രം കണ്ടിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോളേഴ്സിനൊന്നും നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. പലപ്പോഴും അതിന് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് വലിയ തുകകളായിരുന്നു, മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. പക്ഷേ 2022 ഇതിനൊരു മാറ്റം വന്നിരുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പിൽ പലർക്കും, കേരളത്തിൽ നിന്നടക്കം നിരവധി പേർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അങ്ങനെ നിരവധി തങ്ങൾ സ്നേഹിക്കുന്ന തങ്ങളുടെ ഫുട്ബോൾ ദൈവങ്ങളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ കളികൾ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ മെസ്സി എന്ന മിശിഹ വേൾഡ് കപ്പ് ഉയർത്തുന്നത് കാണാനുള്ള അസുലഭ ഒരു ഭാഗ്യവും ലഭിച്ചിരുന്നു. അങ്ങനെ മറ്റൊരു സൗഭാഗ്യവും കൂടി പ്രത്യേകിച്ച് മലയാളികളെയും ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെയും കാത്തിരിക്കുകയാണ്. 2034 വരെ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ള ഒരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓഷ്യാനിയ മേഖലകളിൽ നിന്നായിരുന്നു ഫിഫ ബിഡ് ക്ഷണിച്ചിരുന്നത്. ആകെ സൗദി മാത്രമായിരുന്നു ആതിഥ്യം വഹിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ഫിഫയെ സമീപിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയെ സെലക്ട് ചെയ്യാൻ കാരണം. എന്തു തന്നെയായാലും വളരെ ആഘോഷത്തോടെ അല്ലെങ്കിൽ ആവേശത്തോടെയാണ് ഈ ഒരു വാർത്തയെ സൗദിയും അതുപോലെ തന്നെ മലയാളികളും ഇന്ത്യൻ ആരാധകരും, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ആരാധകരും ഈ ഒരു വാർത്തയെ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ദിവ്യ ജോസഫാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ബഷാറുൽ അസദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതോടെ സിറിയയിൽ ഉടൻ എംബസി തുറക്കുമെന്ന് ഖത്തർ. 2011 ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ദമസ്കസിലെ ഖത്തർ എംബസിയുടെ പ്രവർത്തനം നിർത്തിവെച്ചത്. വിദേശകാര്യ മന്ത്രാലയ വക്താവും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ ഡോക്ടർ മാജിദ് അൽ അൻസാരിയാണ് എംബസി തുറക്കാനുള്ള നീക്കങ്ങൾ അറിയിച്ചത്. 2011 ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ എംബസിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. ഇതിനുശേഷം ഇപ്പോഴാണ് നയതന്ത്ര കാര്യാലയം പ്രവർത്തനക്ഷമമാക്കാൻ ഖത്തർ തീരുമാനിക്കുന്നത്. അടിയന്തര ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതോടെ എംബസി തുറക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും ജനങ്ങളും തമ്മിലെ സൗഹൃദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് എംബസിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നതെന്ന് വാർത്താക്കുറിപ്പിൽ ഡോക്ടർ മാജിദ് അൻസാരി പറഞ്ഞു. എംബസി തുറക്കുന്നതോടെ ഖത്തർ കഴിഞ്ഞ ദിവസം ആരംഭിച്ച എയർ ബ്രിഡ്ജ് വഴിയുള്ള സഹായങ്ങൾ വേഗത്തിലെത്തിക്കാൻ സാധിക്കും. 2013 സിറിയൻ പ്രതിപക്ഷത്തിന്റെ ആദ്യ എംബസി പ്രവർത്തനം ആരംഭിക്കാൻ അനുവാദം നൽകിയ രാജ്യമായിരുന്നു ഖത്തർ. മീഡിയ 1 ദോഹ. സൗദിയിലെ അൽ ഹസയിൽ മൊബൈൽ ഫോൺ ചാർജർ പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ 6 പേർ മരിച്ചു. തീപിടുത്തത്തിലുണ്ടായ പുക ശ്വസിച്ചാണ് മരണം. മൊബൈൽ ചാർജിംഗിലിട്ട് ഉറങ്ങിയ സഹോദരങ്ങളാണ് ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഹുഫൂഫിലെ അൽനാദൽ ഡിസ്ട്രിക്റ്റിലാണ് നാടിനെ നടുക്കിയ ദാരുണമായ അപകടം നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം. ചാർജിങ്ങിനിട്ട മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചുണ്ടായ അഗ്നിബാധയിൽ പുക ശ്വസിച്ചാണ് 6 കുടുംബം മരിച്ചത്. മരിച്ചവരിൽ 3 പേർ പുരുഷന്മാരും ബാക്കിയുള്ളവർ സ്ത്രീകളുമാണ്. അൽജിബ്രാൻ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവർ. ഹുസൈൻ അൽജിബ്രാന്റെ മക്കളായ അഹമ്മദ് ഹുസൈൻ, അബ്ദുൽ ഇലാഹ്, മറിയം ഹുസൈൻ, ഈമാൻ ഹുസൈൻ, ലത്തീഫ ഹുസൈൻ, ഇവരുടെ സഹോദരപുത്രൻ അസൻ ഹലി എന്നിവരാണ് മരിച്ചത്. ചാർജ് ചെയ്തുകൊണ്ടിരിക്കെ ഫോൺ ചാർജർ പൊട്ടിത്തെറിച്ച് സിറ്റിംഗ് റൂമിലെ സോഫ സെറ്റിലാണ് ആദ്യം തീ പടർന്നു പിടിച്ചത്. അതിവേഗം തൊട്ടടുത്ത മുറികളിലേക്കും വീട് മുഴുവനായും അഗ്നി വിഴുങ്ങി. കടുത്ത പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചത്. മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഹുഫൂഫ് അൽ ഖുദൂദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. പ്രിയപ്പെട്ടവരുടെ വേർപാട് ഞങ്ങളെ ഞെട്ടിച്ചു. ദുരിതം കുടുംബത്തിനും നാടിനും വേദനാജനകമാണ്. എന്നാൽ അവർ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് നേരത്തെ കടന്നുപോയി എന്ന് വിശ്വസിക്കുന്നുവെന്ന് കുടുംബത്തിലെ മുതിർന്ന വ്യക്തി ഷെയ്ഖ് താഹിർ അൽ അഹമ്മദ് പറഞ്ഞു. മരിച്ചവരിൽ ഒരാളുടെ വിവാഹ നിശ്ചയം ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമാം. സൗദിയിൽ ടൂറിസം മേഖലയിൽ കൂടുതൽ നിക്ഷേപം ലക്ഷ്യമിട്ട് ഇളവുകൾ ലഭ്യമാക്കുമെന്ന് ടൂറിസം മന്ത്രാലയം. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ സർക്കാർ ഫീസുകൾ 22% വരെ കുറയ്ക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായും മന്ത്രി പറഞ്ഞു. ടൂറിസം മേഖലയുടെ പ്രധാന ചാലകമായ സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ സർക്കാർ ഫീസുകളുടെ ചെലവ് 22% തോതിൽ കുറക്കും. ഇതിന് സൗദി ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് എനാബിലേഴ്സ് ഫോറം പ്രവർത്തിച്ചു വരുന്നതായി സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖാത്തിബ് പറഞ്ഞു. സൗദി വിന്റർ പരിപാടികളോടനുബന്ധിച്ച് അൽഖസീം മേഖലയിലെ നിക്ഷേപകരുടെയും സംരംഭകരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ടൂറിസം മേഖലയിൽ നിക്ഷേപകർക്ക് തങ്ങളുടെ മൂലധനം നിക്ഷേപിക്കാൻ സൗകര്യമൊരുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത സംരംഭമാണ് ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് എനാബിലേഴ്സ് പ്രോഗ്രാം എന്നും അദ്ദേഹം വിശദീകരിച്ചു. ടൂറിസം മേഖലയുടെ പ്രധാന ചാലകമായ സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള മന്ത്രാലയത്തിന്റെ താൽപര്യവും അദ്ദേഹം വ്യക്തമാക്കി. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും നിക്ഷേപകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതും മന്ത്രാലയം നടത്തിവരുന്ന സുപ്രധാനമായ പരിപാടികളിലൊന്നാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1 ദമ്മാം. തെക്ക് കിഴക്കൻ ഏഷ്യൻ വിപണിയിൽ ഒമാനെ പ്രധാന യാത്രാ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയുമായി പൈതൃക ടൂറിസം മന്ത്രാലയം. ഇതിനായി സിംഗപ്പൂരിൽ പ്രതിനിധി ഓഫീസ് തുറക്കാനുള്ള നീക്കം ആരംഭിച്ചു. നിർബന്ധമായും സന്ദർശിക്കേണ്ട രാജ്യം എന്ന നിലയിലേക്ക് ഒമാനെ മാറ്റുകയാണ് ലക്ഷ്യം. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാന്റ് എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സന്ദർശകരെ ഒമാനിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾക്കാണ് പൈതൃക ടൂറിസം മന്ത്രാലയം തുടക്കമിടുന്നത്. ഇതിനായി സിംഗപ്പൂരിൽ പ്രതിനിധി ഓഫീസ് സ്ഥാപിക്കാൻ മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചു. ബിസിനസ് ബന്ധങ്ങൾ വികസിപ്പിക്കുക, ഒമാന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിലേക്ക് ആകർഷിക്കുക, മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ, എക്സിബിഷനുകൾ എന്നിവയ്ക്കുള്ള മികച്ച ഇടമായി ഒമാനെ തെരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. ഇതിൽ നിർണായകമായ ഭാഗം ഒമാനെ ഒരു യാത്രാ ലക്ഷ്യസ്ഥാനമായി സ്ഥാപിക്കുന്നതിന് മാധ്യമ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. ഡിജിറ്റൽ, പ്രിന്റ്, ബ്രോഡ്കാസ്റ്റ് ചാനലുകളിലൂടെയുള്ള കവറേജിനായി പത്രപ്രവർത്തകർ, ഇൻഫ്ലുവൻസർമാർ, ബ്ലോഗർമാർ എന്നിവരെ ഉൾപ്പെടുത്തണം. അതേസമയം കഴിഞ്ഞ മാസം ഒമാനിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് മന്ത്രാലയം ഇന്ത്യൻ നഗരങ്ങളിൽ നടത്തിയ പ്രൊമോഷൻ ക്യാമ്പയിന് വൻ വരവേൽപ്പ് ലഭിച്ചിരുന്നു. ഇന്ത്യക്കാരുടെ വിവാഹ ഡെസ്റ്റിനേഷനായി ഒമാനെ മാറ്റുക എന്നതായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. 5 റിയാലിന് 10 ദിവസത്തെ ടൂറിസ്റ്റ് വിസ, ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ, കുറഞ്ഞ നിരക്കിൽ വേദിയൊരുക്കാവുന്ന ഹോട്ടലുകൾ തുടങ്ങിയവ അവതരിപ്പിച്ചിരുന്നു. മീഡിയ 1 മസ്കത്ത്. കുവൈത്ത് എയർവേസിന്റെ ആദ്യത്തെ എയർബസ് A330-900 നിയോ വിമാനം കുവൈത്തിലെത്തിച്ചു. നേരത്തെ ഓർഡർ ചെയ്ത 7 എയർബസുകളിൽ ആദ്യത്തേതാണിത്. യാത്രക്കാർക്ക് കൂടുതൽ സുഖകരവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു യാത്രാനുഭവം പുതിയ വിമാനങ്ങൾ നൽകുമെന്ന് കുവൈത്ത് എയർവേസിന്റെ ചെയർമാൻ അബ്ദുൽ മോസിൻ അൽ ഫഖാൻ അറിയിച്ചു. 1954 മാർച്ചിലായിരുന്നു കമ്പനി ആദ്യ വിമാന സർവീസ് നടത്തിയത്. കുവൈത്തിൽ ഫാമിലി സന്ദർശന വിസ നിയമലംഘനം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ 9 മാസത്തിനിടെ കുടുംബ സന്ദർശന വിസയുമായി ബന്ധപ്പെട്ട ഒരു കേസും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദാനി അറിയിച്ചു. രാജ്യത്തേക്കുള്ള പ്രവേശനവും പുറപ്പെടലും ലളിതമാക്കിയതോടൊപ്പം റെസിഡൻസി, തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കിയതും ഈ കുറവിലേക്ക് നയിച്ചിട്ടുണ്ട്. സൗദിയിൽ ഹൌസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള വീട്ടുജോലിക്കാരുടെ ശമ്പളം അടുത്ത മാസം മുതൽ പണമായി കൈമാറാൻ പാടില്ല എന്ന നിർദ്ദേശം. അംഗീകൃത ഡിജിറ്റൽ വാലറ്റ് വഴി മാത്രമേ ശമ്പളം നൽകാവൂ എന്ന് മുസാനത്ത് പ്ലാറ്റ്ഫോം തൊഴിലുടമകളെ അറിയിച്ചു. ഹൌസ് ഡ്രൈവർ പോലുള്ള ഗാർഹിക തൊഴിൽ വിസകളിലെത്തി സ്പോൺസർക്ക് കീഴിൽ അല്ലാതെ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാകുന്നതാണ് പുതിയ മാറ്റം. തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെയും കൂടുതൽ വിശ്വസനീയമാക്കുന്നതിന്റെയും ഭാഗമായാണ് വേതന കൈമാറ്റം ഡിജിറ്റൽ വാലറ്റ് വഴിയാക്കാനുള്ള തീരുമാനം. 3 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുക. 4 അതിൽ കൂടുതലോ വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകൾക്ക് 2025 ജനുവരി 1 മുതൽ ചട്ടം ബാധകമാകും. 2025 ജൂലൈ 1 മുതൽ 3 അതിലധികമോ ജീവനക്കാരുള്ള തൊഴിലുടമകളും വേതനം ഡിജിറ്റൽ വാലറ്റ് വഴി നൽകണം. 2 അതിലധികമോ തൊഴിലാളികളുള്ളവർ 2025 ഒക്ടോബർ 1 മുതലും പുതിയ സംവിധാനത്തിലേക്ക് മാറേണ്ടതാണ്. നിലവിൽ പുതിയ വിസയിൽ വരുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് ജൂലൈ 1 മുതൽ തന്നെ ഡിജിറ്റൽ വാലറ്റ് വഴിയാണ് ശമ്പളം വിതരണം ചെയ്തു വരുന്നത്. 2026 ജനുവരി 1-നകം എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും ഡിജിറ്റൽ വാലറ്റിലൂടെ മാത്രമേ വേതനം നൽകാൻ പാടുള്ളൂ. മന്ത്രാലയത്തിന് കീഴിലെ മുസാനത്ത് പ്ലാറ്റ്ഫോം ഇക്കാര്യം തൊഴിലുടമകളെ അറിയിച്ചിട്ടുണ്ട്. വേതനം ലഭിക്കാത്തത് ഉൾപ്പെടെയുള്ള തൊഴിൽ തർക്കങ്ങളിൽ ഡിജിറ്റൽ വാലറ്റ് വഴിയുള്ള ഇടപാടുകൾ തെളിവായി പരിഗണിക്കും. ഹൌസ് ഡ്രൈവർ പോലുള്ള ഗാർഹിക വിസകളിലെത്തി സ്പോൺസർക്ക് കീഴിലല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായിരിക്കും പുതിയ മാറ്റം. ഇത്തരക്കാരുടെ വേതനം ഡിജിറ്റൽ വാലറ്റ് വഴി വിതരണം ചെയ്തതായി യഥാർത്ഥ സ്പോൺസർക്ക് തെളിയിക്കേണ്ടതായി വരും. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത്. അതിന്റെ ഭാഗമായാണ് ശമ്പള വിതരണം ഡിജിറ്റൽ വാലറ്റ് വഴിയാക്കാനുള്ള തീരുമാനവും. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഞായറാഴ്ച മുതൽ റെഡ്, ഗ്രീൻ ലൈനുകളിലും സൗദിയിലെ റിയാദ് മെട്രോ സർവീസ് നടത്തി തുടങ്ങും. സർവീസിന്റെ ആദ്യഘട്ടമായി ബ്ലൂ, യെല്ലോ, പർപ്പിൾ ലൈനുകളിൽ മാത്രമായിരുന്നു സർവീസ് നടത്തിയത്. അടുത്ത മാസം 5-നായിരിക്കും ഓറഞ്ച് ലൈനിൽ റിയാദ് മെട്രോ ഓടിത്തുടങ്ങുക. ഇതോടെ മുഴുവൻ റൂട്ടുകളിലും മെട്രോ സേവനം ലഭ്യമാകും. 6 റൂട്ടുകളിൽ 176 കിലോമീറ്റർ നീളത്തിലാണ് റിയാദ് മെട്രോ സേവനം നൽകുക. ഇതിൽ ബ്ലൂ, യെല്ലോ, പർപ്പിൾ ലൈനുകളിലാണ് നിലവിൽ മെട്രോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൂ ലൈനിലൂടെ സർവീസ് നൽകുന്നുണ്ടെങ്കിലും മുഴുവൻ സ്റ്റേഷനുകളും നിലവിൽ തുറന്നിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ബാക്കിയുള്ള സ്റ്റേഷനുകൾ തുറക്കുക.
കിങ് അബ്ദുള്ള റോഡ് വഴി സഞ്ചരിക്കുന്ന റെഡ് ലൈൻ, കിങ് അബ്ദുൽ അസീസ് റോഡ് വഴിയുള്ള ഗ്രീൻ ലൈൻ എന്നിവയാണ് ഞായറാഴ്ച മുതൽ തുറക്കുക. ജനുവരി 5 മുഴുവൻ ലൈനുകളിലും മെട്രോ വ്യാപിക്കും. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഡ്രൈവർ ഇല്ലാ മെട്രോയാണ് റിയാദിലേത്. 4 സെൻട്രൽ സ്റ്റേഷനുകളടക്കം ആകെ 85 സ്റ്റേഷനുകളാണ് റിയാദ് മെട്രോക്കുള്ളത്. സ്റ്റേഷനുകളെ പരസ്പരം ബന്ധിപ്പിച്ച് 1000-ഓളം ബസ്സുകളും സർവീസ് നടത്തും. റിയാദ് ബസ് സർവീസിന് ഉപയോഗിക്കുന്ന ദർബ് ആപ്പ് തന്നെയാണ് മെട്രോക്കും ഉപയോഗിക്കേണ്ടത്. 2 മണിക്കൂറിന് 4 റിയാലാണ് യാത്രാ ചാർജ്. 3 ദിവസം, ആഴ്ച, മാസം എന്നിങ്ങനെ വ്യത്യസ്ത പാക്കേജുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് റിയാദ് മെട്രോ. അതിനാൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് മെട്രോ സേവനം നൽകുക. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. ദുബൈയിലെ റോഡ് ശൃംഖല വിപുലപ്പെടുത്താനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ച് RTA. 19 താമസ പ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണത്തിനാണ് RTA തുടക്കം കുറിച്ചത്. അൽഖവാനീജ്, അൽബർഷ സൗത്ത്, ജുമൈറ, അൽ റാഷിദിയ, അൽഖൂസ് എന്നിങ്ങനെ 19 പ്രദേശങ്ങളിലാണ് ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുതിയ റോഡുകൾ നിർമ്മിക്കുന്നത്. ട്രാഫിക് അപ്ഗ്രേഡ്, റോഡ് സൈഡ് പാർക്കിംഗ്, നടപ്പാതകൾ, തെരുവ് വിളക്കുകൾ അടക്കമുള്ള സമഗ്ര റോഡ് വികസന പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ യാത്രാസമയം 40% വരെ കുറയുമെന്ന് RTA വ്യക്തമാക്കി. 11.5 കിലോമീറ്ററാണ് റോഡുകളുടെ ആകെ നീളം. 2026 രണ്ടാം പാദത്തിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തദ്ദേശവാസികളുടെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനൊപ്പം നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ കൂടി കണക്കിലെടുത്താണ് റോഡ് വികസനമെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത 3 വർഷത്തിനിടെ 16 ബില്യൺ ദിർഹത്തിന്റെ വൻകിട റോഡ് വികസന പദ്ധതികളാണ് ദുബൈയിൽ RTA നടപ്പാക്കുന്നത്. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പദ്ധതികൾ മുന്നോട്ടു പോകുന്നത്. മീഡിയ 1, ദുബൈ. കുവൈത്തിലെ ഷെയ്ഖ് ജാബിർ അഹമ്മദ് കടൽപ്പാലത്തിൽ നാളെ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. രാവിലെ 5 മണി മുതലാണ് നിയന്ത്രണം. സാദ് അൽ അബ്ദുള്ള അക്കാദമി ഫോർ സെക്യൂരിറ്റി സയൻസിലെ വിദ്യാർത്ഥികളുടെ ലോങ് മാർച്ചിന്റെ ഭാഗമായാണ് നിയന്ത്രണം. ഷുവൈഖ് ഭാഗത്ത് നിന്ന് സുബിയ ഭാഗത്തേക്കുള്ള പാതയാണ് അടച്ചിടുക. പൊതുഗതാഗതത്തിനായി എതിർദിശയിലുള്ള പാത തുറന്നിടുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈത്തിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ നിയമലംഘനങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ AI ക്യാമറകൾ കണ്ടെത്തും. ഇതുവഴി റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് മെച്ചപ്പെടുത്തുകയും അപകടങ്ങൾ കുറയ്ക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതോടെ കുതിച്ച് ഗൾഫ് കറൻസികൾ. ഒരു ഒമാനി റിയാലിന് 220 രൂപയാണ് ഇന്ന് വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. രൂപയ്ക്ക് കരുത്ത് പകരാൻ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലുകൾ ഫലം കാണാതെ ഡോളർ ശക്തി പ്രാപിക്കുന്നതിനാൽ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യവും കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവായ 84.88 എന്ന നിരക്കിലേക്കാണ് ഇന്ത്യൻ രൂപ എത്തിയത്. ഇതോടെ ഒരു ഒമാൻ റിയാലിന് 220 രൂപയ്ക്ക് മുകളിലെത്തി. ഇന്ന് ഒരു ഒമാൻ റിയാലിന് 220 രൂപ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. വെബ്സൈറ്റുകളിൽ 220 രൂപ 30 പൈസ കാണിക്കുന്നുണ്ട്. അവസരം അനുകൂലമാക്കി നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണവും ഒമാനിൽ കൂടിയിട്ടുണ്ട്. ആഭ്യന്തര മൊത്ത ഉൽപ്പാദനത്തിലെ ഇന്ത്യയുടെ മോശം പ്രകടനവും രൂപയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ രൂപയ്ക്ക് മാത്രമല്ല, ചൈനയുടെ യുവാൻ ഉൾപ്പെടെയുള്ള ഏഷ്യൻ കറൻസികൾ പലതും സമാനമായ തിരിച്ചടി നേരിടുന്നുണ്ട്. ഇതിനിടെ പണപ്പെരുപ്പം സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നതോടെ നിക്ഷേപകർ ഓഹരികൾ വിറ്റ് ലാഭമെടുത്തു തുടങ്ങിയതും നിലവിലെ അവസ്ഥയ്ക്ക് കാരണമായി വിലയിരുത്തുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. ഭരണസംവിധാനത്തിലെ ചുവപ്പ് നാടകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് ജീവനക്കാർക്ക് 7 ദശലക്ഷം ദിർഹമിന്റെ പുരസ്കാരം പ്രഖ്യാപിച്ച UAE. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ഗവൺമെന്റ് സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം പുരസ്കാരം പ്രഖ്യാപിച്ചത്. നടപടിക്രമങ്ങൾ ലളിതമാക്കി അതിവേഗത്തിൽ പദ്ധതികൾ നടപ്പാക്കാൻ സഹായിക്കുന്ന ഗവൺമെന്റ് ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും സംഘങ്ങളെയുമാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക. ജനങ്ങളുടെ സമയവും പ്രയത്നവും പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന കഠിനാധ്വാനികളും സമർപ്പിതരുമായ ഗവൺമെന്റ് ജീവനക്കാരോട് ഞങ്ങൾ നന്ദി പറയുന്നു. അവരെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പുരസ്കാരം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 300 ദശലക്ഷം ദിർഹത്തിന്റെ എമിറേറ്റ്സ് എന്റർപ്രണർഷിപ്പ് കൗൺസിലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സംരംഭകത്വ വകുപ്പ് സഹമന്ത്രി ആലിയ ബിൻത് അബ്ദുള്ള അൽ മസ്റൂയി കൗൺസിലിന് നേതൃത്വം നൽകും. UAEയുടെ ആധുനിക വാസ്തുശില്പ പൈതൃകം സംരക്ഷിക്കാനുള്ള ദേശീയ നയവും മന്ത്രിസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ചരിത്ര പ്രാധാന്യമുള്ള
സ്ഥലങ്ങളും കെട്ടിടങ്ങളും സംരക്ഷിക്കും. നിലവിൽ ഇത്തരത്തിൽ 130 സ്മാരകങ്ങളാണുള്ളത്. ഇത് 1000 വർദ്ധിപ്പിക്കാനാണ് ആലോചന. മീഡിയ 1 ദുബായ്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഡിസംബർ 16, 17 തീയതികളിൽ രാജ്യത്ത് പൊതു അവധിയായിരിക്കും. ബഹ്റൈനിലെ എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അവധിയായിരിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി. തിരികെ വാർത്തകളിലേക്ക്. കൈക്കൂലി കേസിൽ കുവൈത്തിൽ 2 സൈനികരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തേക്കും തിരിച്ചുമുള്ള എൻട്രി എക്സിറ്റ് ഡേറ്റുകളിൽ കൃത്രിമം നടത്താൻ പണം വാങ്ങിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഉദ്യോഗസ്ഥരെയാണ് പിടികൂടിയത്. നിയമത്തിന് ആരും അതീതരല്ലെന്നും അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റ് അബ്ബാസിയയിലെ സലൂണിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് ഏഷ്യൻ പൗരനായ ബാർബറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രിമിനൽ അന്വേഷണ വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ സലൂണിൽ നിന്ന് വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിരുന്ന മയക്കുമരുന്ന് പിടികൂടി. പ്രതിയെയും മയക്കുമരുന്നും തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്ത്യയിൽ നിന്ന് പുതിയ കാർഗോ സർവീസ് ആരംഭിച്ച് സൗദി അറേബ്യ. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന മുദ്ര തുറമുഖത്ത് നിന്നാണ് പുതിയ സർവീസ്. ഗ്ലോബൽ ഫീഡർ ഷിപ്പിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലായിരിക്കും സേവനം. ഇന്ത്യയിലെ മുന്ദ്ര തുറമുഖത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ കാർഗോ സർവീസ്. JR എന്ന പേരിലാണ് പുതിയ സർവീസ് ആരംഭിച്ചത്. ഗ്ലോബൽ ഫീഡർ ഷിപ്പിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് സേവനം. മുന്ദ്ര, ജിദ്ദ എന്നീ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർവീസ്. ഇതോടൊപ്പം ഈജിപ്ത്, ഒമാൻ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചും സേവനം ആരംഭിച്ചിട്ടുണ്ട്. 800 കണ്ടെയ്നർ ശേഷിയുള്ള കപ്പലുകൾ ഉപയോഗിച്ചാണ് ഇവിടങ്ങളിലേക്ക് സർവീസ്. മറ്റു രാജ്യങ്ങളുമായി സൗദിയുടെ വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. തുറമുഖ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിപ്പിക്കുക, സമുദ്രഗതാഗതം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും ലക്ഷ്യങ്ങളാണ്. സൗദി പോർട്സ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. തുച്ഛവരുമാനക്കാരായ പ്രവാസികൾക്കും നിക്ഷേപിക്കാൻ അവസരമൊരുക്കി ജിദ്ദ ആസ്ഥാനമായി രൂപം കൊണ്ട ഖയാലിന്റെ ആദ്യ വൻകിട പദ്ധതി കൊച്ചിയിൽ പൂർത്തിയായി. കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപം നിർമ്മിച്ച 12 നില ക്ലാരിയോൺ ഹോട്ടലായ ഖയാൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. പ്രവാസികളടക്കം 607 നിക്ഷേപകരാണ് ഖയാലിന്റെ ആദ്യ പദ്ധതികളിൽ പങ്കാളികളാകുന്നത്. ചെറിയ വരുമാനക്കാരായ പ്രവാസികളുടെ സമഗ്രവും സന്തുലിതവുമായ സാമ്പത്തിക വികാസം ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഖയാലിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം 607 നിക്ഷേപകർ ഖയാലിന്റെ ആദ്യ പദ്ധതിയിൽ പങ്കാളികളായി. ചെറിയ വരുമാനക്കാർക്കടക്കം നിക്ഷേപവാതിൽ തുറന്ന ഈ സംരംഭം IPOയുടെ മിനിയേച്ചർ പതിപ്പാണെന്ന് ചെയർമാൻ ഫസൽ കൊച്ചി പറഞ്ഞു. GCCയുടെ മൊത്തം പരിച്ഛേദമായ 607 ഇൻവെസ്റ്റേഴ്സാണ് ഇതിൽ അണിചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ കോർപ്പറേറ്റ് വേൾഡിൽ കേൾക്കുന്ന ഒരു IPO റീഡ്നെസ്സിൻ്റെ ഇൻറ്റേർണൽ മിനിയേച്ചറാണ് ഖയാൽ ഗ്രൂപ്പിൻ്റെ ഈ ആദ്യ സംരംഭം നമുക്ക് പറയാൻ കഴിയും. നിക്ഷേപ തട്ടിപ്പുകളിൽ നിന്ന് പ്രവാസികളെ സംരക്ഷിക്കൽ കൂടി പദ്ധതികളുടെ ലക്ഷ്യമാണ്. പ്രവാസികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വരുമാനവും ഇത് ഉറപ്പാക്കുന്നു. ഇതിന്റെ ആദ്യ പദ്ധതിയായ ഈ ഹോട്ടൽ ആഗോളതലത്തിൽ 6500 ഹോട്ടലുകൾ നടത്തുന്ന ചോയ്സ് ഗ്രൂപ്പിന്റെ പ്രീമിയം ബ്രാൻഡായ ക്ലാരിയോൺ ലേബലിലാണ് ആരംഭിക്കുന്നത്. ചോയ്സ് ഗ്രൂപ്പിന്റെ കീഴിൽ സുഭ ഗ്രൂപ്പിനാണ് നടത്തിപ്പ് ചുമതല. തുടക്കത്തിലെ തന്നെ ചില പ്രഖ്യാപിതമായ പോളിസികൾ കൈക്കൊണ്ടിട്ടുണ്ട്, നിലപാടുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്യുന്ന, ഈ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും മൂല്യാധിഷ്ഠിതമാവുക എന്നുള്ളത്, എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആവുക എന്നുള്ളത് ഗ്രൂപ്പിൻ്റെ ഒരു പോളിസിയാണ്. രണ്ടാമത്തെ കാര്യം പരമാവധി സുതാര്യമാകുക. ഇത്രയും ഇൻവെസ്റ്റേഴ്സ് ക്രൗഡ് പ്ലാറ്റ്ഫോമിനെ ലീഡ് ചെയ്യുമ്പോൾ സുതാര്യത മുറുകെ പിടിച്ചുകൊണ്ട് പ്രോസസ്സ് ലീഡ് ചെയ്യണം എന്നുള്ളത് ഗ്രൂപ്പ് എടുത്ത ഒരു പ്രഖ്യാപിതമായ നിലപാടാണ്. സ്റ്റാർ ഹോട്ടലുകളുടെ എല്ലാ അനുഭവങ്ങളും ടൂറിസ്റ്റുകൾക്കും സന്ദർശകർക്കും ഉറപ്പാക്കും വിധമാണ് ഹോട്ടലിന്റെ രൂപകൽപ്പന. റെസ്റ്റോറന്റും വിവിധ കാറ്റഗറിയിലെ റൂമുകളും ഇവിടെയുണ്ട്. കൊച്ചി സന്ദർശിക്കുന്നവർ പ്രവാസികളുടെ ഈ സംരംഭം സന്ദർശിക്കണമെന്നും ആതിഥ്യമര്യാദ അനുഭവിച്ചറിയണമെന്നും ഖയാൽ ഗ്രൂപ്പ് അഭ്യർത്ഥിച്ചു. മീഡിയ 1, ജിദ്ദ. ഒമാനിലെ അൽ ബറക്ക കൊട്ടാരത്തിൽ റോയൽ കാർസ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ അപൂർവ വാഹനങ്ങളുടെയും സ്പോർട്സ് കാറുകളുടെയും ശേഖരം മ്യൂസിയത്തിലുണ്ട്. സയ്യിദ് ബിലാറബ് ബിൻ ഹൈതം അൽ സെയ്ദാണ് മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 130 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സ്റ്റീം കാർ, ലിമിറ്റഡ് എഡിഷൻ കാറുകൾ, കവചിത കാറുകൾ,
ക്ലാസിക് വാഹനങ്ങൾ കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആദ്യ മോഡലുകൾ ഉൾപ്പെടെ നിരവധി സ്പോർട്സ് കാറുകളും മ്യൂസിയത്തിലുണ്ട്. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിൻ്റെ ചില സ്വകാര്യ വാഹനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിട പറഞ്ഞുപോയ സുൽത്താൻമാരായ ഖാബൂസ് ബിൻ സയ്യിദ്, സുൽത്താൻ സെയ്ദ് ബിൻ തൈമൂർ, സെയ്ദ് താരിഖ് ബിൻ തൈമൂർ എന്നിവർ ഉപയോഗിച്ചിരുന്ന കാറുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദാണ് കാറുകൾക്കൊരു മ്യൂസിയം എന്നതിന് തുടക്കം കുറിച്ചത്. 1970കളുടെ തുടക്കം മുതൽ കാറുകളോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം പ്രകടമായിരുന്നു. അന്തരിച്ച മറ്റു സുൽത്താൻമാരുടെ കാറുകൾ അദ്ദേഹം ശേഖരിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. ആധുനികവും അപൂർവമായ കാറുകൾ സ്വന്തമാക്കാനും അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അൽബർക്ക കൊട്ടാരത്തിൽ 2012 തന്നെ രാജകീയ കാറുകൾ പ്രദർശിപ്പിക്കുന്നത് ആരംഭിച്ചിരുന്നെങ്കിലും സന്ദർശനം രാജാവിൻ്റെ അതിഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. നിലവിൽ വലിയ മാറ്റങ്ങളോടെ പൊതുജനങ്ങൾ കൂടി കാണാനുള്ള സൗകര്യത്തിലാണ് മ്യൂസിയം തുറന്നിരിക്കുന്നത്. റോയൽ കാർസ് മ്യൂസിയം ഞായർ, ചൊവ്വ, വ്യാഴം എന്നിങ്ങനെ ആഴ്ചയിൽ 3 ദിവസം സന്ദർശകരെ അനുവദിക്കും. സന്ദർശന സമയത്തിന് 30 മിനിറ്റ് മുമ്പ് എത്തിച്ചേരുകയും വേണം. വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത് ടിക്കറ്റ് ലഭ്യമാക്കണം. വടക്കൻ മബേല ഏരിയയിലെ സഫിനാറ്റ് ഗേറ്റിലൂടെയായിരിക്കും സന്ദർശകർക്ക് മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം. അവിടെ നിന്ന് ബസ്സുകളിൽ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകും. മീഡിയ 1, മസ്കത്ത്. ഖത്തർ വേദിയൊരുക്കുന്ന കൗമാര ലോകകപ്പ് ഫുട്ബോളിന്റെ തീയതി പ്രഖ്യാപിച്ചു. അടുത്ത വർഷം നവംബർ 5 മുതൽ 27 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ഫിഫ കൗൺസിൽ തീരുമാനം പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫുട്ബോൾ നടത്തി ലോകത്തിന്റെ കയ്യടി നേടിയാണ് ഖത്തർ കൗമാര പോരിന് ഒരുങ്ങുന്നത്. 2025 മുതൽ 2029 വരെയുള്ള 5 അണ്ടർ 17 ലോകകപ്പുകളുടെ സ്ഥിരം വേദിയായി ഈ വർഷം ആദ്യത്തിൽ ഫിഫ ഖത്തറിനെ തെരഞ്ഞെടുത്തിരുന്നു. നേരത്തെ 2 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന കൗമാരമേള ആദ്യമായാണ് വാർഷിക ടൂർണമെന്റായി മാറുന്നത്. ടീമുകളുടെ എണ്ണം 24 നിന്നും 48ആയും ഉയർത്തിയിട്ടുണ്ട്. 2022 ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ 8 സ്റ്റേഡിയങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഖത്തറിന് കൗമാര ലോകകപ്പിലൂടെ വീണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയും. 2023 ഇന്തോനേഷ്യയിലായിരുന്നു ഏറ്റവും ഒടുവിലായി അണ്ടർ 17 ലോകകപ്പ് നടന്നത്. മീഡിയ 1, ദോഹ. ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി സ്പാനിഷുകാരൻ ലൂയി ഗാർഷ്യയെ നിയമിച്ചു. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിക്കൊടുത്ത മാർക്വേസ് ലോപ്പസിനെ ഒഴിവാക്കിയാണ് സഹപരിശീലകനായിരുന്ന ലൂയി ഗാർഷ്യയെ പുതിയ കോച്ചായി പ്രഖ്യാപിച്ചത്. റയൽ മാഡ്രിഡ് യൂത്ത് ടീമിലൂടെ ഫുട്ബോൾ കരിയർ തുടങ്ങിയ ഗാർഷ്യ ദീർഘകാലം എസ്പാന്യോൾ താരവും ശേഷം പരിശീലകനുമായിരുന്നു. സ്പാനിഷ് ദേശീയ ടീമിനു വേണ്ടിയും 2 വർഷത്തോളം പന്തുതട്ടി. കഴിഞ്ഞ ഏഷ്യൻ കപ്പിന് തൊട്ടുമുമ്പായാണ് മാർക്കോസ് ലാപ്പസിന്റെ അസിസ്റ്റന്റായി ഖത്തർ ദേശീയ ടീമിന്റെ ഭാഗമായത്. 1 വർഷത്തിനിപ്പുറം ടീമിന്റെ ഹെഡ് കോച്ച് പദവിയിലേക്കും അദ്ദേഹം എത്തി. ഡിസംബർ 21 കുവൈത്തിൽ കിക്ക് ഓഫ് കുറിക്കുന്ന ഗൾഫ് കപ്പ് ചാമ്പ്യൻഷിപ്പായിരിക്കും ഗാർഷ്യയുടെ ആദ്യ അന്താരാഷ്ട്ര ദൗത്യം. UAE, കുവൈത്ത്, ഒമാൻ എന്നിവരടങ്ങിയ ഗ്രൂപ്പ് എയിലാണ് ഖത്തർ മത്സരിക്കുന്നത്. ഇറാഖാണ് നിലവിലെ ജേതാക്കൾ. 2026 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കനത്ത തോൽവികൾ വഴങ്ങിയ ഖത്തറിന് മുന്നോട്ടുള്ള യാത്രയും വെല്ലുവിളിയാണ്. മീഡിയ 1, ദോഹ. സൗദിയിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായി. 15ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായായിരുന്നു ടൂർണമെന്റ്. റിയാദിലെ 8 CBSE സ്കൂളുകളിലെ ടീമുകളായിരുന്നു ടൂർണമെന്റിൽ പങ്കെടുത്തത്. 15ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ സോക്കർ കപ്പ് സംഘടിപ്പിച്ചത്. അൽ നസർ ജൂനിയർ ഗോൾ കീപ്പർ മുഹമ്മദ് റസിൻ അലിഫ് സോക്കർ ഉദ്ഘാടനം ചെയ്തു. റിയാദിലെ 8 CBSE സ്കൂളുകളിലെ ടീമുകളായിരുന്നു ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായി. റണ്ണറപ്പായത് അലിഫ് ഇന്റർനാഷണൽ സ്കൂളായിരുന്നു. മികച്ച താരമായി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ മുഹമ്മദ് റഹിയാൻ റൌഫിനെയും മികച്ച ഗോൾ കീപ്പറായി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ മാസിൻ മുസ്തഫയെയും തിരഞ്ഞെടുത്തു. ലുക്മാൻ അഹമ്മദ്, സൈനുൽ ആബിദ് നൂറാനി, മുജീബ് കാലടി, സുഹൈൽ, നൌഷാദ് നാലകത്ത് തുടങ്ങിയവർ സോക്കർ കപ്പിന് നേതൃത്വം നൽകി. മീഡിയ 1, റിയാദ്. ദക്ഷിണേന്ത്യയിലെ 32 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥി ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചെക്ക് ലീഗ ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 15-ന് ഷാർജയിൽ നടക്കും. പെയിന്റ്ബോൾ ക്ലബ്ബ് പാർക്കിലാണ് എഞ്ചിനീയേഴ്സ് പ്രീമിയർ ലീഗിന് വേദിയൊരുങ്ങുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ക്ലാസിക്, മാസ്റ്റേഴ്സ്, ലേഡീസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന ജെക് ലീഗയുടെ ഗ്രൂപ്പ് നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി. 32 ടീമുകളെ ക്ലാസിക് മത്സരങ്ങളും 8 ടീമുകളായിട്ടുള്ള മാസ്റ്റേഴ്സ് മത്സരങ്ങളും നടക്കുന്നു. കുട്ടികൾക്കും ലേഡീസിനുമായിട്ടുള്ള സെപ്പറേറ്റ് ഷൂട്ടൗട്ട് മത്സരങ്ങളുണ്ട്. ഇതോടനുബന്ധിച്ച് പ്രീ ലിഗ ഇവൻറ്റ്സ് ആയിട്ട് ഓൺലൈൻ, ഓഫ്ലൈൻ മത്സരങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രഷർ ഹണ്ട് പോലുള്ള വിവിധ മത്സരങ്ങളും നടക്കുന്നുണ്ട്.
ഫുട്ബോൾ മത്സരങ്ങൾക്ക് പുറമെ വൈകുന്നേരം കുടുംബത്തിനൊപ്പം ആസ്വദിക്കാവുന്ന കാർണിവലും ജക്ലിഗയുടെ ഭാഗമാണ്. കാർണിവലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻജിനീയേഴ്സിൻ്റെ ഫാമിലി എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് ആണ് കാർണിവൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ സാന്റാക്ലോസ് തീമായിട്ടുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന അതുപോലെ ജഗ്ലേഴ്സ്, അത് സ്റ്റിൽറ്റ് വാക്കേഴ്സ് അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു വളരെ ഫണ്ണായിട്ടുള്ള ഒരു ഈവനിങ് ആണ് നമ്മൾ ഫാമിലിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഫ്ലോറ ക്രീക്ക് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഹൈലൈറ്റ് പ്രോപ്പർട്ടീസ് ചീഫ് ബിസിനസ് ഓഫീസർ വിപിൻ ഗോപിനാഥ് മത്സരത്തിൻ്റെ ജേഴ്സികൾ പുറത്തിറക്കി. ഗ്ലോബൽ എഞ്ചിനീയേഴ്സ് എന്റർപ്രണേഴ്സ് ക്ലബിൻ്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ഫെബിൻ, ജോയ്രാജ് എന്നിവർ നറുക്കെടുപ്പ് നിയന്ത്രിച്ചു. മുസമ്മിൽ ഉമർ, സഹൽ മുണ്ടോളി, VK ആസിഫ് അലി തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദുബായ്. ദുബൈയിൽ വീട്ടുജോലിക്കാരുടെ വിസ നടപടിക്രമങ്ങൾ എളുപ്പമാക്കിയ അധികൃതർ. ദുബായ് നൗ സ്മാർട്ട് ആപ്പ് വഴി ഇനി മുതൽ ജോലിക്കാരുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും. വീട്ടുജോലിക്കാരുടെ വിസ അപേക്ഷ, വിസ പുതുക്കൽ, റെസിഡൻസ് അനുമതി റദ്ദാക്കൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇനി ദുബായ് നൗ സ്മാർട്ട് ആപ്പ് വഴി ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. മെഡിക്കൽ പരിശോധനയും ഡിജിറ്റൽ ഐഡന്റിറ്റി നടപടിക്രമങ്ങളുടെ പൂർത്തീകരണവും ആപ്പ് വഴി നടത്താനാകും. നേരത്തെ 4 ചാനലുകൾ വഴി നടത്തേണ്ട നടപടിക്രമങ്ങൾ ദുബായ് നൗ ആപ്പിൽ ഏകീകരിച്ചിട്ടുണ്ട്. വിസയുമായി ബന്ധപ്പെട്ട 12 നടപടിക്രമങ്ങൾ 4ആയി ചുരുങ്ങിയതായും അധികൃതർ പറഞ്ഞു. നേരത്തെ 30 ദിവസമായിരുന്നു പ്രോസസ്സിംഗ് സമയം. ഇത് 5 ദിവസമായി ചുരുങ്ങി. ആവശ്യമായ രേഖകൾ 10 നിന്ന് 4ആയി കുറച്ചു. ദുബായ് നൗ ആപ്പിലെ യൂണിഫൈഡ് സർവീസ് പാക്കേജ് ഫോം പൂരിപ്പിച്ചാൽ വീട്ടുജോലിക്കാരുടെ സേവനത്തിലേക്ക് ഉപഭോക്താക്കൾക്ക് പ്രവേശനം ലഭിക്കും. പാസ്പോർട്ട് അടക്കമുള്ള മറ്റു വിവരങ്ങളും ലഭ്യമാകും. ആപ്പിൽ തന്നെ തൊഴിൽ കരാർ ഒപ്പുവെക്കാനാകുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദുബായ്. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈത്ത് 18ാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച മൈതാൻ ഹവലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്ന മഹോത്സവം 2K24 ഘോഷയാത്രയോടെ ആരംഭിക്കും. ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈക പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പിന്നണി ഗായകരായ അഞ്ജു ജോസഫ് ഒരുക്കുന്ന സംഗീത വിരുന്ന് ആഘോഷത്തിന് മാറ്റുകൂട്ടും. വാർത്താ സമ്മേളനത്തിൽ ബിജു കടവിൽ, ജഗദാംബരൻ, മുകേഷ് ഗോപാലൻ എന്നിവർ പങ്കെടുത്തു. മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ ഭക്ഷ്യസുരക്ഷാ പരിശോധന തുടരുന്നു. സിനാവിലെ 21 സ്ഥാപനങ്ങളിൽ ഇന്ന് പരിശോധനയുണ്ടായി. പരിശോധനയ്ക്കിടെ 6 നിയമലംഘനങ്ങളും മുന്നറിയിപ്പുകൾ നൽകുകയും ആവശ്യമായ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് ഒരു സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു. കൂടാതെ ഉപയോഗശൂന്യമായ 1.5 കിലോ ഭക്ഷണം പിടികൂടി നശിപ്പിച്ചു. മുനിസിപ്പാലിറ്റി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഫുഡ് കൺട്രോൾ ആൻഡ് ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റ് മുഖേനയാണ് പരിശോധന നടക്കുന്നത്. തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ 350 വിദേശ തൊഴിലാളികളെ ബഹ്റൈനിൽ നിന്ന് നാടുകടത്തി. വിവിധ ഗവർണറേറ്റുകളിലായി ഡിസംബർ 1 മുതൽ 7 വരെ 1608 പരിശോധനകളാണ് നടത്തിയത്. നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്ന് LMRA അധികൃതർ അറിയിച്ചു. ഖത്തറിൽ നടക്കുന്ന മീഡിയ 1 കിഫ് സൂപ്പർ കപ്പ് കലാശപ്പോര് വെള്ളിയാഴ്ച നടക്കും. KMCC മലപ്പുറവും തൃശൂർ ജില്ലാ സൗഹൃദവേദിയും തമ്മിലാണ് ഫൈനൽ. 2022 ലോകകപ്പ് ഫുട്ബോളിന്റെ ഗുഡ്വിൽ അംബാസഡറും മോട്ടിവേഷണൽ സ്പീക്കറുമായി ശ്രദ്ധേയനായ ഗാനിം അൽ മുഫ്ത മുഖ്യാതിഥിയായി പങ്കെടുക്കും. 1 മാസം നീണ്ടുനിന്ന ചാമ്പ്യൻഷിപ്പിന്റെ കിരീടാങ്കത്തിൽ വെള്ളിയാഴ്ച രാത്രിയിൽ KMCC മലപ്പുറവും തൃശൂർ ജില്ലാ സൗഹൃദവേദിയും ഏറ്റുമുട്ടും. ഖത്തർ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 6 മുതൽ സമാപന ചടങ്ങുകൾ തുടങ്ങും. ഫൈനൽ മത്സരവേദിയിൽ 2022 ലോകകപ്പ് ഫുട്ബോളിന്റെ ഗുഡ്വിൽ അംബാസഡറും മോട്ടിവേഷണൽ സ്പീക്കറുമായി ശ്രദ്ധേയനായ ഗാനിം അൽ മുഫ്ത മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങളിലെ ഡയറക്ടർമാരും പ്രതിനിധികളും ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളും അതിഥികളായി എത്തും. 6 മണിക്ക് തുടങ്ങുന്ന കലാപരിപാടികളിൽ ഫൈസൽ റാസിയും ശിഖയും നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ്, ഖത്തറിലെ പ്രഗത്ഭ കലാകാരന്മാരുടെ ഡാൻസ് പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. തുടർന്ന് രാത്രി 8 മണിയോടെയാണ് കിരീട പോരാട്ടത്തിന് കിക്ക് ഓഫ് കുറിക്കുന്നത്. സെമിയിൽ KMCC കോഴിക്കോടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയാണ് KMCC മലപ്പുറം ഫൈനലിൽ പ്രവേശിച്ചത്. യുണൈറ്റഡ് എറണാകുളത്തെ തോൽപ്പിച്ചായിരുന്നു TJSV തൃശൂരിന്റെ മുന്നേറ്റം. മീഡിയ 1 ദോഹ. ദമാം CNN കമ്മിറ്റി ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുന്നു. കണ്ണൂർ സൂപ്പർ കപ്പിനായുള്ള ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ദമാം ഗൂഖ സ്റ്റേഡിയത്തിൽ നാളെ മത്സരങ്ങൾക്ക് തുടക്കമാകും. കണ്ണൂർ സൂപ്പർ കപ്പ് സീസൺ 5 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗദിയിലെ കണ്ണൂർ ജില്ലക്കാരായ 100-ലധികം കളിക്കാർ പങ്കെടുക്കുന്ന 8 ടീമുകൾ ടൂർണമെന്റിന്റെ ഭാഗമാകും. ദമാം ഗൂഖ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക. പ്രവിശ്യയിലെ കായിക, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും. സംഘാടകരായ അനിൽകുമാർ, അബ്ദുൾ റസാഖ്, രാഹുൽ എഡാട്ട്, ഗോകുൽ, അനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
മീഡിയ 1 ദമ്മാം. വാഹനത്തിൽ നിന്ന് പണം മോഷ്ടിച്ചതിന് 5 ഏഷ്യൻ പൗരന്മാരെ ഒമാനിൽ അറസ്റ്റ് ചെയ്തു. മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ബാങ്കിൽ നിന്ന് പണവുമായി ഇറങ്ങിയ ആളെ പിന്തുടർന്നാണ് മോഷണം നടത്തിയത്. പ്രതികൾ ഇയാളെ വാഹനത്തിൽ നിന്ന് പ്രലോഭിപ്പിച്ച് ഇറക്കിവിട്ടാണ് പണം കൈക്കലാക്കിയത്. പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വിനിമയ നിരക്ക് നോക്കാം. സൗദി റിയാൽ 22 രൂപ 57 പൈസ, UAE ദിർഹം 23 രൂപ 9 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 29 പൈസ, ഒമാനി റിയാൽ 220 രൂപ 27 പൈസ, കുവൈറ്റ് ദിനാർ 275 രൂപ 69 പൈസ, ബഹ്റൈൻ ദിനാർ 224 രൂപ 89 പൈസ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7295 രൂപ, പവൻ 58,360 രൂപ, 18 ക്യാരറ്റ് ഗ്രാമിന് 6015 രൂപ, പവന് 48,120 രൂപ, വെള്ളി ഗ്രാമിന് 101 രൂപ. മിഡീസ് അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ലൈഫിൽ അജി കുഞ്ഞുമോൻ ഉണ്ടാകും. നമസ്കാരം.